എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ റോൾഡ് ഐസ്ക്രീം ഒന്ന് കഴിക്കണമെന്ന്. കാരണം എപ്പോൾ ലുലുവിൽ പോയാലും നമ്മൾ ബേസ്മെൻറ്റിൽ പോകുന്നത് മറന്നു പോകാറുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് അയ്യോ പോയില്ലല്ലോ എന്ന്. അപ്പോൾ എല്ലാം ഇപ്പോഴും മിസ്സാക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ ഫസ്റ്റ് ഞാൻ ബേസ്മെൻറ്റിലോട്ട് പോയി. കാരണം എനിക്കൊന്ന് ട്രൈ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഫ്രഷ് സ്ട്രോബെറി റോൾസാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ആളുണ്ടല്ലോ, ആ ഉണ്ടാക്കുന്ന ആൾ നല്ല അടിപൊളിയായിട്ട് ആ സ്ട്രോബെറിയും അതിൻ്റെ എന്തോ ക്രീമും പിന്നെ സ്ട്രോബെറിയുടെ സിറപ്പാണെന്ന് തോന്നുന്നു, അതെല്ലാം കൂടി ചേർത്ത് അടിപൊളിയായിട്ട് മറ്റേ ഇത് കണ്ടപ്പോൾ എനിക്കില്ല കെട്ടിടം പണിക്കൊക്കെ മണ്ണ് വെട്ടി സിമെൻറ്റും മണലും ഒക്കെ കൂടെ ഇടിച്ച് ഒരു മിക്സ് ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. കാരണം ഐസ്ക്രീം ലവറായിട്ടുള്ള എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കും അല്ലേ, ഫ്രഷായിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടുക. അങ്ങനെ ആ ആഗ്രഹം ഇന്ന് സാധിക്കുകയാണ്. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ഞാൻ കഴിച്ചു നോക്കി, പറയാണ്ടിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു. മാത്രമല്ല അത് ഫ്രഷ് ആയതുകൊണ്ട് സ്ട്രോബെറിയുടെ അല്ലേ, ഡയറക്റ്റ് ഫ്രൂട്ട് ഇട്ട് ചെയ്തതല്ലേ, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സാധാ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ല ഐസ്ക്രീമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഗായത്രിക്ക് ഇഷ്ടപ്പെട്ടു, ഗായത്രി ഉണ്ടായിരുന്നു കൂടെ. നല്ല ഫ്ലേവർ, നല്ല സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ലുലുവിൽ പോകുമ്പം ബേസ്മെൻറ്റിൽ പോയി ഈ ഐസ്ക്രീം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.